അങ്ങനെ ഞങ്ങൾ ലക്സംബർഗിൽ നിന്ന് ജർമ്മനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഈ വന്ന ഇതിൻ്റെ പേര് പറഞ്ഞ ട്രാം ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് എന്നിട്ടാ അല്ല അവിടെ പോയിട്ട് ടിക്കറ്റിന് കാശ് നോക്കിയിട്ട് വേണം പോകണോ വേണ്ടോ തീരുമാനിക്കാനായിട്ട്. അതെ, അങ്ങനെ കഴിച്ച് ജർമ്മനിക്ക് പോവുകയാണ്. ജർമ്മനിക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ അങ്ങനെ നമ്മുടെ ലക്സംബർഗ് ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ ജർമ്മനി എത്തി. ജർമ്മനി എത്തിയിട്ടില്ല, ജർമ്മനി കടന്ന് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജർമ്മനിക്ക് പോകാനായിട്ട് ഏകദേശം 1 മണിക്കൂറാണ് ട്രാവൽ വന്നത്. ടിയർ എന്ന സ്ഥലത്തിൽ വരും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് 300 ബസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പറ്റും. ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ വരത്തോളൂ വൺ സൈഡ് ട്രാവൽ ചെയ്യാനായിട്ട്. നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റും, ബസ്സിൽ പോകാൻ പറ്റും. ബസ്സാണ് ചൂസ് ചെയ്തത്. നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഫൈനലി നമ്മൾ ടിയറിലെത്തിയൊക്കെയാണ്. ഇതാണ് സ്ഥലം. അവിടെ പഴയ ബസ് കിടക്കലുണ്ട്. അങ്ങനെ ഞങ്ങൾ ജർമ്മനിലെത്തിയിട്ട് ജർമ്മനിലെ കാലുത്തിയൊക്കെയാണ്. ഇതാണ് ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാക്കാണ്. ആ ഒരു ഫോർട്ടാണോ കാസിലാണോ വേറൊരു സംഭവമാണോന്ന് അറിയില്ല. ആ ഒരു സംഭവമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കാണ്. ഇവിടെ ശരിക്കും ഇതുപോലെ കാണണം എന്നാണ്, പക്ഷെ ഇവിടെ പണി നടക്കുന്ന കാരണം കൊണ്ട് അവരതങ്ങനെ മറച്ച് വെച്ചേക്കുക. ഇത് തന്നെയാണ് പുറകുവശം. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. ഇവിടെ കുറച്ച് വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നല്ല തണുപ്പും. പിന്നെ ഇത് മലേരിയ. ഇവിടെ കുറേ മലകളൊക്കെ ഉണ്ട്. തൊട്ട് പുറകിൽ മല, പുഴ, പിന്നെ പാടം, പറമ്പ്, പച്ചപ്പും ഹരിതാപൊക്കെ നടന്ന സ്ഥലമാണ്. ഇത് ഇവിടുത്തെ ഒരു സെൻറ്റർ പ്ലേസാണ്. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഇത് ഇവിടുത്തെ ഒരു ബാറാണ്. സോ ഇവിടെ നമുക്ക് കള്ള് വാങ്ങിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് കുടിക്കാം. ഇവിടെ നിറയെ ആൾക്കാരാണ്. എല്ലാവരും വന്ന് അടിച്ച് ഫ്രണ്ട്സായിട്ട് വന്ന് ചില്ല് ഔട്ട് ചെയ്യണ മെയിൻ സ്ഥലമാണ്. ഈ സ്ഥലം നമ്മുടെ പാരീസ് പോലെയല്ല, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വീഡിയോയിലും ഇതുപോലെ ഉണ്ട്. ഇത് നമ്മുടെ പാരീസ് പോലെയല്ല, അങ്ങനെയല്ല. കഴിഞ്ഞ വിൻസെൻസ് പോയതും ഇതേ ഇത് തന്നെയാണ്. നമ്മളുടെ മെർലിനെ അത് അങ്ങോട്ട് നോക്കൂ, പക്ഷേ അത് ഇവിടെ ഒന്നും കാണില്ലടാ. ഇനി ആ ഒരു മല കയറണം എന്നാണ് പ്ലാൻ. പക്ഷേ അതിന് പറ്റിയ ഫ്യൂവൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഇപ്പോൾ തന്നെ കുറേ നടന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഇടയ്ക്കുണ്ട്. പക്ഷെ കൊള്ളാം. ഇവിടെ നിന്ന് നിൽക്കുന്ന തന്നെ നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ല വ്യൂ ആണ്. സോ പോയോക്കാം. വാ കയറിക്കോ. ഇതൊരു കയറ്റമാണ്. ഈ കയറ്റം ഫുള്ള് കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു മലയുടെ മുകളിലെത്താനായിട്ട്. എവിടെയാ? ഇങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ ചുരുക്കാ ഭാഗത്തുള്ള എത്തിയിട്ടുണ്ട്. വയ്യാണ്ടായ അതെ, ഞങ്ങൾ ഫാറ്റ് ബേണിങ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കഴിച്ചതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ബേൺ ചെയ്യിപ്പിച്ച് കളയാം. നാട്ടിലൊക്കെ മതിൽ പോലെയില്ലേ കാണാനായിട്ട്. അതെ, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഏകദേശം ഒരു പകുതി സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. സോ നമുക്ക് ഇനി ഇതുവഴി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കയറണം പറ്റുന്നുള്ളത് അറിയില്ല. നോക്കാം. ഒന്ന് തല കുലിക്കാൻ നമുക്ക് കയറാം. എന്താ പറയുന്നത്? ഓക്കെ, തല കുലിക്കുക കയറാം. ഈ വഴിയാണ് നമുക്ക് ശരിക്കും അകത്ത് കയറേണ്ടത്. പക്ഷെ ഇത് പൂട്ടിയിട്ടേക്കണോണ്ട് നമ്മളിന്നത്തെ പ്ലാൻ ക്യാൻസൽ ആക്കിയേക്കണം. അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ വഴി വളഞ്ഞ് കയറാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് പോകണോ? താഴോട്ട് പോകണം.
അതിപ്പോ വേണ്ടത് മോന്ത വയ്യ മാറ്റി പറയണില്ല, അവൾ അത് തന്നെയാണ് പറഞ്ഞത്. കണ്ട അവള് അവൾ തെറിയുന്നുണ്ട് എന്നെ. ആ ചാണകമല്ല, കുതിര ചാണാനായിരിക്കും. ആ എടാ ആന എങ്ങനെയാണ് ഇത്ര ചെറിയ ഓട്ടക്കൂടെ പോണേ? അല്ല പുലി അങ്ങനെ ആയിരിക്കും. ആന വന്ന് എടാ കുതിര ചാണാനാടാ, കുതിര ചാണാനാടാ കുട്ട. ആ കുതിരയാണ്. നാട്ടിലെ കമ്പി വേലി എല്ലാം നാട്ടിൽ വെച്ച് ചേർത്താലൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇനീഷ്യൽ ഇറക്കണമല്ലേ. നാട്ടിലെ പുല്ല്, നാട്ടിലെ മെർലി, തമിഴ്നാട്ടിലെ ഗീം. പ്യൂരി പ്യൂരി. എടാ ചെറിയ പിള്ളേരെ കളിക്കണ്ട ഗായ്സ്. അങ്ങനെ നമ്മ ഏകദേശം അടുത്തെത്തിയില്ലേ? ഇനി ഇവിടെ നിന്ന് 10 മിനിറ്റ് ഉള്ളൂ. നല്ല സമാധാനമായിട്ടുള്ള സ്ഥലം. അയ്യേ ഇവിടെ ഇരിക്കണ്ട. മെർലിൻ അങ്ങനെ ക്ഷീണിച്ച് വയ്യാണ്ട് ഒരു കസേര കണ്ട സന്തോഷത്തിലാ. അയ്യോ ചെറുതായിട്ട്. ഇനി ഇത് മൊത്തം കയറി മേലേക്ക് പോകണം. റോഡ് ഇവിടം വരയ്ക്കുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം റോഡാണ്. സോ ഇനി ഇവിടെ നിന്ന് കയറണം. ഈ വഴി പോകണോ ഈ വഴി പോകണോ? ഈ വഴി പോ. ഫൈനലി ഞങ്ങൾ കയറുമെന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിയേക്കാണ്. ഈ കാണുന്നതാണ് ആ സ്തൂപം നമ്മൾ താഴത്തു നിന്ന് കണ്ടത്. ഇതിപ്പോൾ ഇവിടുത്തെ ഹിൽ ടോപ്പിലെ അത്യാവശ്യം നല്ലൊരു ടോപ്പിലാണ് എത്തിയേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് ഒരു നിഗമനം. അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ടോപ്പ് പ്ലേസ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മൊത്തം കാണാൻ പറ്റും, ഈ സ്ഥലം മൊത്തം. ആൻഡ് ഇതാണ് അവിടെ നിൻ്റെ സ്തൂപം. ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോസും ഞങ്ങളൊന്നും വായിക്കണില്ല. സോ ഇതാണ് ഈ സ്ഥലം. ഓക്കെ പോവാം. ലെറ്റ്സ് ഗോ ബാക്ക് ടു ലുക്സംബർഗ്. എൻ്റെ മുടിക്ക് എന്തോ കുഴപ്പമുണ്ട്. എനിക്ക്